ജനങ്ങളെ കേട്ട് അവരെ ചേർത്തു നിർത്തി മുന്നോട്ടു പോകുമെന്ന് തൃശൂർ നിയുക്ത ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്. പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFിൻ്റെ ഭരണത്തിനെതിരെ ജനവിധിയാണ് തൃശ്ശൂരുണ്ടായിട്ടുള്ളൂ. ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെ ധിക്കാരപരമായിട്ടാണ് LDFിൻ്റെ ഭരണസമിതി മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ജനങ്ങളുടെ ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തു സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം, കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എല്ലാ കൗൺസിലർമാരുമായി ആശയവിനിമയം നടത്തി എല്ലാവരുമായി സംസാരിച്ചു, എല്ലാവരെയും കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തീരുമാനം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയൊക്കെ തന്നെ പരിപൂർണമായി അംഗീകരിക്കും. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ കൗൺസിലർമാർക്കും ആ തീരുമാനം ബാധകവുമാണ്.